പ്രിയമുള്ളവരെ, ദമ്പതികൾ പ്രവാചകരാണ്. എന്താണ് പ്രവാചകർ? നാളെക്കുറിച്ച് വിളിച്ചു പറയുന്നതല്ല ദാമ്പത്യത്തിൽ പ്രവചനം. തിരുത്തേണ്ട കാര്യം തിരുത്തേണ്ട സമയത്ത് തിരുത്തേണ്ടതുപോലെ തിരുത്തുന്നതാണ് പ്രവചനം. ഭർത്താവിൽ ഒരു സ്വഭാവദൂഷ്യം കണ്ടു, നാളെ ആകട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും നേരത്തെ ആ ഭർത്താവിനെ ഭാര്യ തിരുത്തണം. അരുത്. ഭർത്താവിൻ്റെ ചില പെരുമാറ്റം, അപ്പനോടും അമ്മയോടുള്ള പെരുമാറ്റം ശരിയല്ലെന്ന് കണ്ടാൽ ഭാര്യ തിരുത്തണം. പൊന്നു മനുഷ്യ, ഇങ്ങനെ പോയാൽ നമ്മുടെ വീടിന് ശാപം വെക്കും എന്ന് പറഞ്ഞ് തിരുത്താൻ ഭാര്യയ്ക്ക് കഴിയണം. ഭാര്യ ഭർത്താവിൻ്റെ അമ്മയോടും വീട്ടുകാരോടും പെരുമാറുന്നതിൽ അല്പം ഒരു ചേർച്ചക്കേട് തോന്നിയാൽ ഭർത്താവ് എത്രയും പെട്ടെന്ന് തിരുത്തണം. അത് ശരിയല്ല, അത് ഈ വീട്ടിൽ നടക്കില്ല. കുഞ്ഞുങ്ങൾ എന്തേലും കുരുത്തക്കേട് കാണിച്ചാൽ മക്കളെല്ലാം നോർത്ത് ഓമനിച്ച് ലാളിച്ചോണ്ട് വെക്കാതെ ആ മക്കളെയും തിരുത്താൻ പഠിക്കണം. തിരുത്തേണ്ട സമയത്ത്. അതാണ് പ്രവചനം. നമ്മൾ ചില കാര്യം പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ, തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വീഴാം. അതിനുള്ള സമസ്ത സാധ്യതകളുണ്ട്. അതുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ നല്ല വിമർശനം, സ്വന്തം മക്കൾ എന്നാ കാണിച്ചാലും സാരമില്ല. പരാജയപ്പെട്ട ദാമ്പത്യം കുടുംബ ബന്ധമാണ്. എന്നാ പറയാനാ, കുറെ കഴിയുമ്പോൾ നേരെ ആയിക്കോളും. അങ്ങനെ ഭാര്യ വിഴുങ്ങരുത്, ഭർത്താവ് വിഴുങ്ങരുത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ടവരോട് പറയേണ്ട വിധത്തിൽ പറയണം. ഇതാണ് പ്രവചനം എന്ന് പറയുക. പ്രവാചക ശക്തിയുടെ തിരുത്തൽ ശക്തിയുള്ള വാക്ക് അത് കുടുംബത്തിൽ അനിവാര്യമാണ്. നമുക്കൊന്ന് നോക്കാം. ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ചില കാര്യം ഇഷ്ടമില്ലാത്തവർ കാണിച്ചാൽ കുറ്റം കണ്ടുപിടിക്കും. ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടമുള്ളവർ കണ്ടുപിടിച്ചാൽ നമ്മൾ നീതീകരിക്കും, ന്യായീകരിക്കും. അങ്ങനെ ആകരുത്. അത് ശരിയായ മനോഭാവമല്ല, കാഴ്ചപ്പാടുമല്ല. തിരുത്തേണ്ട കാര്യം തിരുത്തേണ്ടതുപോലെ തിരുത്തേണ്ട സമയത്ത് തിരുത്തേണ്ടവരെ തിരുത്തുന്നതാണ് പ്രവചനം. കുടുംബത്തിൽ അങ്ങനെ ആകാൻ നമുക്ക് കഴിയണം. ആൾക്കാർ പറയണം, നോക്ക്, അപ്പനമ്മമാരുടെ ആ കറക്ഷൻ കണ്ടോ, കുഞ്ഞുങ്ങളുടെ ഡിസിപ്ലിൻ കണ്ടോ. അങ്ങനെ പറയാൻ തക്ക വിധം കുടുംബ ബന്ധങ്ങളെ നമ്മൾ ക്രമീകരിക്കണം. ചിലപ്പോഴെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ തിന്മയോട് നമ്മൾ കോംപ്രമൈസ് ചെയ്തു. പ്രിയപ്പെട്ടവർ ചില കാര്യം ചെയ്തപ്പോൾ കണ്ണടച്ചു വിട്ടു. പ്രിയമില്ലാത്തവർ നല്ല കാര്യം ചെയ്യുമ്പോഴും വിമർശിക്കാൻ തുടങ്ങി. അത് പ്രവചനമല്ല. തിരുത്തേണ്ട സമയത്ത് കൃത്യമായി തിരുത്തൽ. അങ്ങനെ തിരുത്തുമ്പോൾ സമൂഹത്തിൽ മാറ്റം വരും, കുടുംബത്തിൽ മാറ്റം വരും. അങ്ങനെ വരുന്ന ഒരു സമൂഹത്തിൽ, മാറ്റങ്ങളുടെ ലോകത്തിൽ ജീവിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മൾ പ്രവാചകരായി മാറുക, കറക്ഷൻ നടത്തുന്നവരായിട്ട് മാറുക, ജീവിതത്തിന് പുതു ചൈതന്യം കൊടുക്കാൻ കഴിയുന്നവരായിട്ട് മാറുക. അങ്ങനെയുള്ള നല്ല ദമ്പതിമാരെ റോൾ മോഡലായി കണ്ടെടുക്കണം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ എനിക്ക് പിന്തുടരാൻ പറ്റുന്ന ഉദാഹരണമായി എടുത്തു വെക്കണം. അങ്ങനെ എടുത്തു വെച്ച് വളർന്ന് വിശുദ്ധിയിൽ, നന്മയിൽ വളരാൻ കഴിയട്ടെ. ആ കൃപയിൽ ആയിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.